ഗൗരിയില്ല എന്നുള്ള സത്യം ഞാൻ എന്നേ മനസ്സുകൊണ്ട് അംഗീകരിച്ചു കഴിഞ്ഞതാ. ആദ്യമൊക്കെ അത് അംഗീകരിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഗൗരിയോടൊപ്പം എത്താനായി ജീവിതം അവസാനിപ്പിച്ചാലെന്ന് വരെ ഞാൻ ചിന്തിച്ചതാ. പക്ഷേ അപ്പോഴെല്ലാം എൻ്റെ മാളുവിൻ്റെ മുഖം അതിന് തടസ്സമായിട്ട് നിന്നു. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നത്. വിവാഹശേഷം ഞങ്ങൾ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയുമാണ് ഇവിടെ ജീവിച്ചതെങ്കിലും അമ്മയും ഗൗരിയും തമ്മിൽ ചില ചേർച്ചക്കുറവുകളുണ്ടായിരുന്നു. ഈ ചേർച്ചക്കുറവുകളെ പറ്റി മഹേട്ടൻ മുൻപും സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതെന്തായിരുന്നു എന്ന് മഹേട്ടൻ വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഞാനെല്ലാം പറയാം. നല്ല സിനിമയെന്ന് കേട്ടെ. നീ കുറച്ച് ദിവസമായിട്ട് പറയുന്നതല്ലേ, അതാ ഞാൻ പോയേക്കെന്നങ്ങ് തീരുമാനിച്ചത്. അതുകൊണ്ടാ എല്ലാ പരിപാടിയും മാറ്റിവെച്ച് ഞാൻ നേരത്തെ വന്നത്. താങ്ക് യു മഹിയേട്ട. സിനിമ കാണുന്നതിനേക്കാളും മഹിയേട്ടന്റെ കൂടെ പുറത്ത് ഒന്നിച്ച് നടക്കാനും ചുറ്റിക്കറങ്ങി സംസാരിക്കാനും ഒക്കെ മോഹമുണ്ട്. കല്യാണം കഴിഞ്ഞ പിന്നെയാ നമുക്കൊന്നിനും സമയം കിട്ടാത്ത. പ്രണയിച്ച് നടക്കുന്ന സമയത്ത് എല്ലാത്തിനും നേരം ഉണ്ടായിരുന്നു. ഇപ്പൊ ആണെങ്കി ഒന്നിനും സമയമില്ലാതായിരിക്കുക. അത് നീ എന്നെ നൈസായിട്ടൊന്ന് കുറ്റപ്പെടുത്തിയതാണല്ലോ. അല്ല മഹിയേട്ടാ, മഹിയേട്ടന്റെ തിരക്ക് എനിക്കറിയാലോ. അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാലും മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാനല്ലേ ഞാനിവിടെ ഉള്ളത്. ഗൗരിയുടെ പല ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു കൊടുക്കാൻ തുടങ്ങുമ്പോഴാവും അമ്മ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളായിട്ട് വരുന്നത്. ആഹാ, നിങ്ങള് എങ്ങോട്ടോ പുറത്തേക്ക് പോകാൻ തുടങ്ങാന്ന് തോന്നുന്നു. അതെ അമ്മേ, ഒരു സിനിമയ്ക്ക് പോണം, പറ്റിയ ഒരു ഷോപ്പിങ്ങും. അല്ല, അമ്മ വരുന്നുണ്ടോ? ഓ ഇല്ല മക്കളെ, നിങ്ങൾ പോയിട്ട് വാ. ഇന്ന് നീ നേരത്തെ വന്നത് കണ്ടപ്പോ ഞാൻ നിന്നെയും കൂട്ടി ഒന്ന് അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചു. അത് പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോ നിങ്ങൾ പോവാനിറങ്ങിയ സ്ഥിതിക്ക് പോയിട്ട് വരൂ, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ. പിന്നെ ഇന്ന് പോയില്ലെങ്കിൽ പിന്നെ എനിക്ക് ഇനി കുറച്ച് ദിവസത്തേക്ക് അമ്പലത്തിൽ പോവാൻ പറ്റില്ല. അതുകൊണ്ടായിരുന്നു. എന്നാ നമുക്ക് അമ്പലത്തിൽ പോവാം. ഓ വേണ്ട മോനെ, സാരമില്ല, നിങ്ങൾ പോയിട്ട് വാ. ഇനി ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ അമ്പലത്തിൽ പോയിക്കൊള്ളാം. ഇന്ന് അമ്പലത്തിൽ പോയിട്ട് നാളെ വേണമെങ്കിൽ സിനിമയ്ക്ക് ഷോപ്പിങ്ങിനൊക്കെ പോവാമല്ലോ. ഞാൻ ഏതായാലും റെഡി ആയിട്ട് നിൽക്കുക. അമ്മ പോയി റെഡി ആയിട്ട് വാ, നമുക്ക് അമ്പലത്തിൽ പോവാം. അല്ലേ ഗൗരി? എനിക്ക് 2 ദിവസത്തേക്ക് അമ്പലത്തിൽ വരാൻ പറ്റില്ല മയ്യേട്ട. ഓ നിങ്ങൾ പോയിട്ട് വാ. എന്നാ പിന്നെ ഞാൻ റെഡി ആവട്ടെ മോനെ. ശരി അമ്മേ. പോയിട്ട് വരാം.
ഞങ്ങളുടെ ജീവിതത്തിലെ അമ്മയുടെ ഇടപെടലുകൾ ഗൗരിക്ക് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. അവളെ അത് വല്ലാതെ വീർപ്പ് മുട്ടിച്ചിരുന്നു. ഗൗരി, ഗൗരി, എന്താ ഗൗരി? എഴുന്നേറ്റേ. എന്ത് പറ്റി? മഹേട്ടന്റെ അമ്മയ്ക്ക് എന്നോട് എന്തോ ദേഷ്യമുണ്ട്. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഇതിപ്പോ എത്ര പ്രാവശ്യമായി മഹിയേട്ട, ഞാൻ എന്താഗ്രഹിച്ചാലും അത് നടക്കില്ല. അമ്മ അത് എങ്ങനെയെങ്കിലും ഒക്കെ മുടക്കും. ഞാൻ എന്ത് തെറ്റാ അമ്മയോട് ചെയ്ത? ഇതൊക്കെ നിന്റെ തോന്നല ഗൗരി. അമ്മ ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. മനസ്സിലുള്ളത് മറച്ചു വെച്ച് അമ്മയ്ക്ക് ശീലവുമില്ല. അമ്മ നമ്മളോടുള്ള കാര്യം മാത്രം വന്ന് പറയുന്നു. അതും നിന്റെ മുന്നിൽ വെച്ച് തന്നെയല്ലേ. അമ്മയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടത് എന്റെ കടമയല്ലേ. ഇന്ന് തന്നെ അമ്മ അമ്പലത്തിൽ പോകണമെന്ന് കരുതി. നമ്മൾ പുറത്തേക്ക് പോവാണെന്ന് കണ്ടപ്പോൾ അമ്മ ആ ആഗ്രഹം മാറ്റിവെച്ച് നമ്മളോട് പൊയ്ക്കോളാനല്ലേ പറഞ്ഞേ. അമ്മ അങ്ങനെ പറഞ്ഞാലും മഹേട്ടൻ അങ്ങനെ ചെയ്യില്ലെന്ന് അമ്മയ്ക്കറിയാം. അതറിഞ്ഞു വെച്ചോണ്ട് തന്നെയാ അമ്മ ഇങ്ങനെ ചെയ്യുന്നതും പറയുന്നതും. അങ്ങനെയൊന്നും അല്ല ഗൗരി. ഒരിക്കലും ഒരു അമ്മായിമ്മ പോരൊന്നും എന്റെ അമ്മയിൽ നിന്ന് നീ പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ എന്റെ വളർത്തമ്മയായിട്ട് വന്ന സമയത്ത് ആ പോരൊക്കെ എന്നോട് കാണിച്ചേനെ. ഗൗരി, ഒരിക്കലും അമ്മയ്ക്ക് അതിനൊന്നും സാധിക്കില്ല. എന്റെ സ്വന്തം അമ്മയേക്കാൾ സ്നേഹിച്ച ദേവയാനി അമ്മ എന്നെ വളർത്തിയത്. അതൊന്നും ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. ആ സ്നേഹം എന്നും എനിക്ക് തിരിച്ചുണ്ടാവും, എന്റെ മരണം വരെ. മഹേട്ട, അമ്മ മഹേട്ടനെ സ്നേഹിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അമ്മയുടെ ദേഷ്യം മുഴുവനും എന്നോടാ. അത് ചിലപ്പോ മഹേട്ടൻ അമ്മയോടുള്ള സ്നേഹം കുറയുമെന്ന് ഭയന്നിട്ടാണോ എന്ന് എനിക്കറിയില്ല. സാധാരണ അമ്മമാര് മരുമകളോട് പോര് തുടങ്ങുന്നത് അത്തരൊരു കാരണത്തിന്റെ പേരിലായിരിക്കുമല്ലോ. ഇത് അതൊന്നും അല്ല ഗൗരി. ചില സമയങ്ങളിൽ നീ പലതും ആഗ്രഹിക്കും. അമ്മ അതൊന്നും അറിയാതെ വന്ന് എന്തെങ്കിലും പറയും. അതോടെ നിന്റെ പ്ലാൻ പൊളിയും. ഇതില് ഒരു പരിധി വരെ ഞാൻ തന്നെയാ കുറ്റക്കാരൻ. പലപ്പോഴും അമ്മ പറയുന്നത് ഞാൻ അനുസരിക്കും. നിന്റെ ആഗ്രഹവും പ്ലാനും ഒക്കെ ഞാനങ്ങ് മാറ്റിവെക്കും. അപ്പം നിന്റെ മനസ്സ് തകരും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിന് അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തവണ കൂടി നീ എന്നോടൊന്ന് ക്ഷമിക്കുക. ഇനി മുതൽ ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടാവുമ്പോൾ ഞാൻ അമ്മയോട് സംസാരിച്ചോളാം. നിന്റെ കാര്യം കൂടി ഞാൻ പരിഗണിക്കും. അമ്മ
അമ്മയെ എതിർത്ത് സംസാരിച്ച് എനിക്ക് ശീലമില്ലാത്തതുകൊണ്ടാ. അമ്മയുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഞാൻ എതിര് നിന്നിട്ടില്ല. അങ്ങനെ പറ്റിപ്പോന്നതാ. അയ്യോ, ഞാൻ മഹിയേട്ടനെ കുറ്റപ്പെടുത്തുന്നൊന്നുമല്ല. മഹിയേട്ടന്റെ അമ്മയുടെ ആഗ്രഹങ്ങൾക്കോ ഇഷ്ടങ്ങൾക്കോ എതിര് നിൽക്കണമെന്ന് ഞാൻ പറയുകയില്ല. മഹിയേട്ടൻ പറഞ്ഞതുപോലെ പലപ്പോഴും എന്റെ ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോഴുള്ള വിഷമം കൊണ്ട് പറഞ്ഞു പോകുന്നതാ. എന്റെ മനസ്സില് നീ എന്റെ സ്വന്തം. ഞാൻ എന്നെപ്പോലെ തന്നെയാ നിന്നെ പരിഗണിക്കുന്നേ. ഞാനൊരു കാര്യം ആഗ്രഹിച്ചാലും അമ്മ എന്തെങ്കിലും ഒന്ന് വന്ന് പറയുമ്പോൾ എന്റെ പ്ലാനുകളെല്ലാം ഞാൻ മാറ്റിവെച്ച് അമ്മ പറയുന്നതനുസരിക്കും. അതായിരുന്നു എന്റെ ശീലം. ഇപ്പോ നീ കൂടെ ഉള്ളപ്പോഴും ഞാൻ എന്നെപ്പോലെ തന്നെ നിന്നെ കാണുന്നതുകൊണ്ട് നമ്മളൊന്നാണല്ലോ എന്ന് കരുതി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് പോകുന്നതാണ്. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും നിന്റെ മനസ്സിൽ ഞാൻ കാണാതെ പോവാറുണ്ട്. അങ്ങനെ പറ്റിപ്പോകുന്നതാണ്. എന്റെ തെറ്റുകൾക്ക് നീ എന്നോട് ക്ഷമിക്കുക ഗൗരി. സോറി മഹിയേട്ട, ഞാൻ എന്റെ ഭാഗത്തു നിന്ന് മാത്രം ചിന്തിച്ചതുകൊണ്ടാ എനിക്കിങ്ങനെയൊക്കെ തോന്നിയത്. മഹിയേട്ടനാ ശരി. എനിക്ക് വേണ്ടി മഹിയേട്ടൻ മാറണ്ട. നമ്മൾ ഒന്ന് തന്നെയാ. എന്റെ പൊട്ട ബുദ്ധിയിൽ തോന്നുന്നതൊന്നും വലിയ കാര്യമാക്കണ്ട. എനിക്ക് മഹിയേട്ടനും ഞാനും അത് മതി. അതുകൊണ്ടാ എനിക്ക് ഇത്തരം തോന്നലുകളൊക്കെ ഉണ്ടാവുന്നേ. സാരില്ല, അത് പോട്ടെ. മഹിയേട്ടൻ ഡ്രസ്സ് മാറിയിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. അതെ ഗൗരി, സോറി, ഞാൻ കഴിച്ചു. ഗൗരി, അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മ അവിടുത്തെ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു. കഴിക്കാൻ കയറിയപ്പോൾ എന്നെയും അമ്മ നിർബന്ധിച്ചു. നീ എന്തൊന്നും മിണ്ടാത്ത? നമ്മളിപ്പോ പറഞ്ഞു തീർത്തതിന്റെ ബാക്കിയത്. മഹിയേട്ടൻ വന്നിട്ട് ഒരുമിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കായിരുന്നു. ഇത്തവണ കൂടെ നീ ഒന്ന് ക്ഷമിക്കുക ഗൗരി. ഇന്ന് നിനക്ക് ഭക്ഷണം ഞാൻ എന്റെ കൈ കൊണ്ട് വരുത്തരും. വേണ്ട മഹിയേട്ട, സാരമില്ല. എനിക്കെന്തോ വിശപ്പ് തോന്നുന്നില്ല. അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ വന്നേ, വാ. മഹിയേട്ട വേണ്ട. മോളെ ഗൗരി, നീ ഇന്ന് പാലെടുക്കാൻ മറന്നല്ലോ. കല്യാണം കഴിഞ്ഞ് വന്നേ പിന്നെ നിനക്ക് നല്ല ക്ഷീണമുണ്ട്. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഭക്ഷണ കാര്യങ്ങളൊന്നും നീ ശ്രദ്ധിക്കുന്നില്ലായിരിക്കും. മഹി, നിനക്കെങ്കിലും ഇവളുടെ കാര്യത്തിൽ ശ്രദ്ധ വേണ്ടേ? അമ്മേ, ഞാൻ വേണ്ട, നീ ഒന്നും പറയണ്ട. പെണ്ണ് കെട്ടിയ മാത്രം പോരാ, അവളുടെ മനസ്സറിയണം. അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം. ഇതൊക്കെ നിന്റെ ഉത്തരവാദിത്വം. ഒരു ദിവസം തിരിച്ച് നിങ്ങൾ ഗൗരിയുടെ വീട്ടിൽ ചെല്ലുമ്പോഴേ നമ്മള് അവളിവിടെ പട്ടിണിക്കിട്ടിരിക്കുകയാണോ എന്ന് അവര് ചോദിക്കില്ലേ? മോളെ, ഈ പാല് മുഴുവൻ ബാക്കി വെക്കാതെ കുടിക്കണം കേട്ടോ. കണ്ടോ ഗൗരി, ഇതാണ് എന്റെ അമ്മ. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നിനക്ക് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക് നിന്നോട് സ്നേഹമില്ലാന്ന്? ശരിയാ മഹിയേട്ട, എല്ലാം എന്റെ ഓരോ തോന്നലുകളാ. ആവശ്യമില്ലാതെ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി ഞാൻ തന്നെ എന്റെ മനസ്സ് വിഷമിപ്പിക്കുക. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മഹിയേട്ടൻ എന്നോട് ക്ഷമിക്കും. മനസ്സിൽ എന്ത് തോന്നിയാലും പരസ്പരം അത് തുറന്നു പറയുമ്പോഴാ പ്രശ്നങ്ങളില്ലാതാവുന്നു. നമുക്കിടയിൽ ഒരിക്കലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുത്. എല്ലാം പരസ്പരം അറിഞ്ഞ് സ്നേഹിച്ച് ഒരുപാട് വർഷം നമുക്ക് ഒരുമിച്ച് ജീവിക്കണം.
എന്ത് പാവായിരുന്നു ഗൗരി ചേച്ചി. പരസ്പരം ഇത്രയും സ്നേഹിച്ച് ജീവിച്ച ഗൗരി ചേച്ചിയും മഹേട്ടനെയും എന്തിനാ ഈശ്വരൻ അകറ്റിയത്? എന്തിനാ ഇത്രയും ക്രൂരമായൊരു വിധി നിങ്ങൾക്ക് നൽകിയത്? ഒരു ദിവസം വീട്ടിലൊരു പ്രശ്നമുണ്ടായി. അന്നാണ് എൻ്റെ ഗൗരി എന്നെ വിട്ടു പോയത്. എന്ത് പ്രശ്നം ഉണ്ടായത്? പറയും മഹേട്ടാ. അത് ഞാൻ പറഞ്ഞ മതിയോ? ഗൗരിയുടെ കാര്യങ്ങൾ ഇവിടെ സംസാരിച്ച് മഹിയെ വിഷമിപ്പിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഗംഗേ? ഗൗരി നഷ്ടപ്പെട്ടതിന് ശേഷം എന്റെ മകനെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്ന് നിനക്കറിയോ? പല ഘട്ടങ്ങളിലും ഇവനെയും എനിക്ക് നഷ്ടപ്പെടുമെന്ന് ഞാൻ ഭയന്നിരുന്നു. അതിൽ നിന്നെല്ലാം മാറി മഹിയുടെ മനസ്സൊന്ന് ശരിയായി വരുന്ന സമയത്ത് എന്റെ മോനെ നീ വീണ്ടും സങ്കടത്തിലാക്കരുത് ഗംഗെ. അമ്മേ, അതൊന്നും സാരമില്ല. ഞാനിപ്പോൾ ഓക്കെയാ. എൻ്റെ മനസ്സിപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഗംഗയോട് ഞാനെല്ലാം പറഞ്ഞത്. എന്നാലും അത് വേണ്ട മോനെ. എത്രയൊക്കെ ആയാലും മനസ്സിലേറ്റ വലിയ മുറിവുകളാ അതൊക്കെ. ഉണങ്ങി വരുന്ന മുറിവുകൾ വീണ്ടും കുത്തി നോവിച്ചാൽ അതിൽ നിന്ന് രക്തം കിനിയും. അത് വേണ്ട. ഗംഗയ്ക്കെല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തോളാം. വാ ഗംഗേ, വാ. വാടി. നിനക്ക് എന്താ അറിയണ്ടേ? ചോദിച്ചത് കേട്ടില്ലേ? നിനക്ക് എന്താ അറിയണ്ടേന്ന്? ഒന്നുമില്ല. അങ്ങനെ പറയരുത്. എന്തൊക്കെയോ നിനക്ക് അറിയാനുണ്ടല്ലോ. അതല്ലേ എല്ലാവരോട് ചോദിച്ചോണ്ട് നടക്കുന്നേ. എനിക്കൊന്നും അറിയണ്ട. ഇതിനു മുൻപ് ഒരിക്കൽ ഞാൻ നിന്നോട് പറഞ്ഞതാ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാനോ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാനോ നടക്കരുതെന്ന്. വീണ്ടും നീ എന്റെ വാക്കിന് യാതൊരു വിലയും തരാതെ ഞാൻ പറഞ്ഞതനുസരിക്കാതെ പലതും ചകഞ്ഞു നടക്കുക. ഒരു വീട്ടില് പല രഹസ്യങ്ങളും ഉണ്ടാവും. അതൊക്കെ ഈ വീടിന്റെ മാത്രം രഹസ്യ. അവിടെ മാത്രം ഒതുങ്ങേണ്ടത്. അതിനെക്കുറിച്ച് തിരക്കി നടക്കാൻ പുറത്തുള്ളവർക്ക് അവകാശമില്ല. നീ പുറത്തുനിന്നുള്ളവളാ. ഈ വീട്ടിലെ ഒരു കാര്യവും നീ അറിയേണ്ട കാര്യമില്ല. മനസ്സിലായോ? മനസ്സിലായി. ഇത് ഞാൻ നിനക്ക് തരുന്ന താക്കീതാ, അവസാന താക്കീത്.
ഇനി നീ ചകയാൻ നടന്ന മണ്ണിനടിയിൽ ചീഞ്ഞു നാറുന്നത് നീയായിരിക്കും. അത് നീ മറക്കണ്ട.